know which temple opens first in India every day? Can you believe that it's in Kerala? The Thiruvarpa Sri Krishna temple, located at a village near Kerala's Kottayam district, opens its doors at 2 a.m. every day, long before sunrise. നമസ്കാരം, ഞാൻ ഹരി നമ്പൂതിരി, തിരുവാർപ്പ് ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഈ തിരുവാർപ്പ് ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൽ ആദ്യം തന്നെ നട തുറക്കുന്ന ക്ഷേത്രമാണ്. രാവിലെ 2 മണിക്ക് പള്ളി നിർത്തി 2:30-ക്ക് നട തുറക്കും. This early start is based on the belief that Lord Krishna, the main deity here, cannot bear hunger. And that's just one of the many unique traditions of this temple. ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ പത്മപാദരുടെ പ്രതിഷ്ഠയാണെന്നാണ് സങ്കല്പം. പത്മപാദ പ്രതിഷ്ഠയായ തിരുവാർപ്പിൽ കായലിൽ നിന്നും പത്മപാദർക്ക് ലഭിച്ചതാണ് തിരുവാർപ്പിലെ വിഗ്രഹം എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. തിരുവാർപ്പ് സ്വാമിയാർ മഠത്തിലെ ശങ്കരാചാര്യരുടെ പ്രഥമ ശിഷ്യനായ പത്മപാദർ കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചതായിട്ടാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. പഞ്ചപാണ്ഡവരിൽ ദ്രൗപദി പാഞ്ചാലി പൂജിച്ച കൃഷ്ണവിഗ്രഹമാണ് തിരുവാർപ്പിലെന്നാണ് പറയുന്നത്. അജ്ഞാതവാസക്കാലത്ത് ഈ വിഗ്രഹം കായലിലൊഴുകുകയും അതോടൊപ്പം വിഗ്രഹവും അക്ഷയപാത്രവും, വാർപ്പ് അക്ഷയപാത്രമാണെന്നാണ് പറയുന്നത്. അപ്പം അജ്ഞാതവാസക്കാലത്ത് വാർപ്പും പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹവും കായലിലൊഴുകുകയും ജലാധിവാസത്തെ തുടർന്ന് ആ വിഗ്രഹം കായലിൽ നിന്നും കായലിലൂടെ സഞ്ചരിച്ചിരുന്ന പത്മപാദർക്ക് ലഭിക്കുകയും അദ്ദേഹം ആ വിഗ്രഹം ഒഴുക്കി വിടുകയും വിഗ്രഹം വന്ന് തിരുവാർപ്പിൽ അടുക്കുകയും വിഗ്രഹത്തിന് പിന്നാലെ എത്തിയ പത്മപാദർ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശാസ്താവിനായി നിർമ്മിച്ച തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിക്കുകയുമാണ് ചെയ്തത്. Here, the priest is allowed to carry an axe along with the key when he goes to open the temple in the morning, because it's believed that the form of the Lord Krishna worship here cannot tolerate hunger. So if there is a delay in opening the door, the priest is allowed to break it open. Thiruvarpur temple is just 7 kilometers away from Kottayam town. If you're planning a visit, you can also explore nearby destinations like Malarikal, known for its seasonal water lilies, and Kumaragam, famous for its backwaters and bird sanctuary.